ഇവിടെ ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ വെച്ചാൽ 2:30-3 മണിയായിട്ടുണ്ട്. ഞാനും മോനും ചോറ് കഴിച്ചിട്ടില്ല. സത്യം പറയാൻ വിശക്കുന്നുണ്ട്, പക്ഷെ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല. ഈ സമയത്ത് വേറെ എന്തെങ്കിലും കിട്ടിയാലേ കഴിക്കാം എന്നൊരു താല്പര്യമില്ല. ആ ഒരു താല്പര്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ചേട്ടാ വീട്ടിലെ ചേട്ടാ ഡ്യൂട്ടിക്ക് പോയേക്കാം. അപ്പം ഞാൻ ഓർത്ത് സിമ്പിളായിട്ട് വയറൊന്ന് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. എന്നാൽ മോനിട്ട് ഇഷ്ടപ്പെടുകയും വേണം. അപ്പം ഞാൻ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു ചപ്പാത്തി എഗ് റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ കാര്യമായിട്ട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഇതിന് മുന്നേ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടപ്പം ഞാനതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം വെജിറ്റബിൾസും നോൺ വെജ് എന്താ ഉള്ളത്, ചിക്കനോ ബീഫോ ഒക്കെ ആഡ് ചെയ്യാട്ടോ. എൻ്റെ കയ്യിലതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ എഗ് ചപ്പാത്തി റാപ്പാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണെന്നുള്ളത് കണ്ടാലോ. ഇത്രയുള്ള സംഭവം രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി എടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, സവാള ഉണ്ട്. വേറെ പച്ചക്കറികളൊന്നുമില്ല, അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു നോൺ വെജ് ഇല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു നാവിനൊരു രുചി പിടിക്കില്ല. അതുകൊണ്ട് മാത്രം 2 കോഴിമുട്ട എടുത്തു. ഇത് ഓപ്ഷണലാണ്, വെജോട് ആവശ്യമുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷേ ഞങ്ങളിപ്പം ഇത് ഒരു ഓംലേറ്റ് വെച്ചിട്ടാണ് ഒരു റാപ്പ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ആർഗോണായിക്കോട്ടെ എന്ന് വിചാരിച്ച് കെച്ചപ്പ് കുറച്ച് മയണൈസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് വളരെ സിമ്പിളായിട്ടൊരു എഗ് ചപ്പാത്തി റാപ്പ് ഉണ്ടാക്കിയാലോ, അതും ഈ നട്ടുച്ച സമയത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ശീലമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാട്ടോ. ഞാൻ വളരെ സിമ്പിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതിനെ കണക്കാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നോർമലി ഓംലേറ്റിന് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി റാപ്പിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പം കുറച്ച് ഒരു ആർപ്പാടത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു കുരുമുളക് പൊടി അതിലും ചേർക്കണില്ല, അതിലും ചേർക്കാൻ മോൻ കഴിക്കില്ല കേട്ടോ. ഇനി വേണ്ടത് ഉപ്പ്. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ ഓംലേറ്റ് ഉണ്ടാക്കുക, അത്രേ ഉള്ളതേ പരിപാടി. അപ്പോൾ ഇത് ഓംലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് ആദ്യം ഇങ്ങനെ ചപ്പാത്തി എടുക്കാം. എന്നിട്ട് നമ്മളിത് ഞാനിപ്പോൾ ഓംലേറ്റ് ഉണ്ടല്ലോ ഹാഫ് ആക്കിയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ വലിയ മുട്ടയാണ് ഉണ്ടാക്കി കേട്ടോ. ജസ്റ്റ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണേൽ ഏത് രീതിക്ക് വേണേലും ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ, രണ്ടോ നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണേലും വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണേലും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ യാതൊരു പ്രശ്നമില്ല. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പം നമ്മളിത് ക്യാരറ്റ് ഇട്ടു, ടൊമാറ്റോ ഇട്ടു. ചുമ്മാ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വയറ് നിറക്കണം, എന്നാൽ ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വേണേ ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലാത്തുള്ള രീതിക്ക്. പിന്നെ കുറച്ച് മയണൈസ്. എനിക്ക് ഈ എന്താ പറയുക, നമ്മൾ ഈ മേടിക്കുന്ന മയണൈസിന് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. വലിയ സുഖമില്ലാത്ത ടേസ്റ്റ് ആകുമ്പോൾ ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ മയണൈസ് നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന മയണൈസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ റോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ച് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിച്ച് നോക്കട്ടെ. അപ്പോൾ സംഭവം എന്താണ്, അടിപൊളിയായിട്ടോ.